PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി, അതായത് 14/12/2024 PSC നടത്തിയ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പ്രിലിമിനറി പരീക്ഷയുടെ അതായത് ഇതിൻ്റെ കാറ്റഗറി കോഡ് 598/2023 599/2023 ഉള്ള പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 178/2024 ആണ്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഈ പരീക്ഷ കൺഫേം ചെയ്തിരുന്നത് ഏകദേശം 1,91,000 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ആദ്യം ഞാൻ ആൽഫ കോഡ് എ ഉള്ള, അതായത് ക്വസ്റ്റ്യൻ ബുക്കിലേറ്റ് ആൽഫ കോഡ് എ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ചേഞ്ചുകൾ, അതിൻ്റെ ആൻസർ കീയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാത്സ് പ്രോബ്ലം ബി ആയിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം. √2² × 10⁴ മീറ്ററാണ് അതിൻ്റെ ആൻസർ വന്നിരുന്നത്. അത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 1ഉം 2ഉം ചേഞ്ച് ഇല്ല ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിന്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ചോദ്യം മുതൽ 18ാമത്തെ ചോദ്യം വരെയുള്ളതിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. അതിനുശേഷം 19ാമത്തെ ചോദ്യം അത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. പിന്നെ 20 മുതൽ 30 വരെയുള്ളതിന് ചേഞ്ച് ഒന്നുമില്ല. 31ാമത്തെ ക്വസ്റ്റ്യൻ എ പെന്നി സേവ്ഡ് ഈസ് എ പെന്നി ഏൺഡ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൊവിഷണൽ ആൻസർ കീയിൽ സി ആയിരുന്നു അതിൻ്റെ ആൻസർ എങ്കിൽ ഇപ്പം അത് ഡി ആക്കി ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ അതിന് ശേഷം 31-ന് ശേഷം പിന്നെ 100 വരെയുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയും ഒരു ചോദ്യം തിരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 98-ലായിരിക്കും ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. ഇനി ബി ആൽഫ കോഡ് എഴുതിയവർ 1ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഡി ആയിട്ട് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അതാണ് ബി ആൽഫ കോഡുകാർക്ക് വരുത്തിയിട്ടുള്ള ചോദ്യം. 51 മുതൽ 100 വരെയുള്ളതിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഇനി സി ആൽഫ കോഡിൽ എഴുതിയവർക്കാണെങ്കിൽ 9ാമത്തെ ചോദ്യവും 15ാമത്തെ ചോദ്യവും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 21ാമത്തെ ചോദ്യത്തിൻ്റെയാണ് ആൻസർ ഡി ആയിട്ട് ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ആൽഫ കോഡ് ഡി എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് 7ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്, 13ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. പിന്നെ 36ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഓപ്ഷൻ ഡി ആക്കി ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 100 വരെയുള്ളതിന് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പം മൊത്തം 2 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കുകയും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 98-ലാണ് ഈ പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.